LED വാൾ നമ്മൾ മുകളിൽ തൂക്കിയിടുകയാണ്. ഈ LED വാളിൻ്റെ സ്ക്രീനിൻ്റെ ഒക്കെ പ്രത്യേകത വെച്ചാൽ എല്ലാവരും കാണും ചെയ്യാം. അതിൽ തന്നെ പ്രഭാഷണ മാറ്ററുകൾ വരുന്നതാണ്. ഒരു പ്രഭാഷകൻ്റെ ഒരു മാറ്റർ വേണം ഡൗൺലോഡ് ചെയ്യാം. ഒരു പ്രസംഗിക്കുന്ന ആളെ പ്രൊഫൈൽ അത് നമ്മൾ കൂടുതൽ അനൗൺസ്മെൻറ്റ് ചെയ്യില്ല, എന്നാൽ പ്രൊഫൈൽ സ്ക്രീനിലുണ്ടാവും. എത്രത്തോളം സുരക്ഷിതമാക്കാൻ പറ്റും, എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും, എത്രത്തോളം എല്ലാവരും ആകർഷിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പസ് സൈറ്റിലെ ആർട്ട് വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഇടത്താണ് നമ്മൾ. ഒന്നാമത്തെ അപ്ഡേഷനിൽ ഇതിൻ്റെ പ്രാരംഭ വർക്കുകളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു എങ്ങനെ വേണമെങ്കിലും നമ്മൾ മനസ്സിൽ കാണുന്ന ആശയത്തെ പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ കലാകാരന്മാർ അതിനെ കൊണ്ടുപോകുന്നു എന്നതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക. ഉദാഹരണത്തിന് നമ്മൾ ഇതൊരു സ്റ്റേജ്, ഇത് രണ്ടാമത്തെ ഒരു കവാടത്തിൻ്റെ ചിത്രമാണ്. ഇതുപോലെ ഈ കാണുന്ന തൂണുകളും സ്തൂപങ്ങളും ഒക്കെ ഉപയോഗിച്ച് അതിനെ മാറ്റിയെടുക്കുന്നു എന്നുള്ള കൗതുകവും കൗശലവും നിറഞ്ഞ ഒന്നാണ്. നമുക്ക് ഇതിൻ്റെ ക്യാമ്പിൻ്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള മുസ്തഫ അഷ്റഫി കക്കുപടി ഉസ്താദും ഇവിടെയുണ്ട്. ഉസ്താദ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു ആർട്ട് വർക്കുകളൊക്കെയാണ് അല്ലേ? എങ്ങനെയാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ? അതായത് നമ്മൾ ക്യാമ്പസ് സൈറ്റിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് വലിയൊരു ഗേറ്റ് കാണാൻ കഴിയും. അതിന് പണി ഏകദേശം 90% പൂർത്തിയായി കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് വരുന്നതിന് മുമ്പായിക്കൊണ്ട് രണ്ടാമതൊരു ഗേറ്റാണ് ക്യാമ്പസ് സൈറ്റിൽ നിന്ന് എഴുതിക്കൊണ്ടുള്ള ഒരു ഗേറ്റാണ് കാണാൻ കഴിയുക. ഞാനിപ്പോൾ കാണിച്ചത് അതെ സതാണ്. അതിൻ്റെ പുറത്തായിക്കൊണ്ട് ഈ റൗണ്ട് എബോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാവും. നമ്മളിങ്ങനെ ഒരു ശരിക്കൊരു സർക്കിളൊക്കെ ചെന്ന് ഞാൻ അങ്ങോട്ടും കൂടി തിരിഞ്ഞതിന് ഭാഗമായിക്കൊണ്ട് ഒരു റൗണ്ട് എബോട്ട് ഉണ്ട്. പക്ഷേ ആളുകളൊക്കെ കൂടുതൽ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു സ്ഥലം അതായിരിക്കും, ഗ്രൂപ്പായിട്ട് വന്നിട്ട്. ഇനി ഗ്രൂപ്പ് ഫോട്ടോത്തിന് വേറെ ഇൻഷാല്ല ഫ്രെയിം വേറെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വന്ന് ക്യാമ്പസ് സൈറ്റിൽ വന്നിട്ട് പോകുമ്പോൾ അവർക്ക് എന്തെന്ന് ഓർക്കാൻ വേണ്ടി ഒരു ഫ്രെയിം വേറെ ചെയ്യുന്നുണ്ട്. സിംഗിൾ ഫോട്ടോൻ്റെ ഫ്രെയിം വേറെ ചെയ്യുന്നുണ്ട്. അവർക്ക് ഫ്രെയിം വരും, ഫോട്ടോ എടുത്ത് വിട്ടാൽ മതി. ഇനി ഫ്രെയിം ഡിസൈൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. അതിനുള്ള വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർക്കുകളാണ്. അതോടൊപ്പം സ്റ്റേജിൻ്റെ ഉള്ളിലും തന്നെ നമ്മൾ LED വാളിൻ്റെ പുറം ഭാഗമൊക്കെ ഫ്രെയിം ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ എല്ലാ ആശയങ്ങളും കയറും. നമ്മുടെ ഫ്ലാഗിൻ്റെ എല്ലാ കളറുകളിലുണ്ടാവും. നമ്മൾ 100 എന്നുള്ള ആശയം പോഡിയത്തിൻ്റെ ബേക്കിൽ തന്നെ വരും. അങ്ങനെ എല്ലാ ആശയങ്ങളും കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ സെക്കൻഡ് ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പവലിയനിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ ഒരു 9 വലിയ കമാനങ്ങളുണ്ട്, വലിയ ഗേറ്റുകളുണ്ട്. അതിൻ്റെയാണ് ഈ കാണുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 2 ദിവസം കൊണ്ട് തന്നെ എല്ലാം ഫിനിഷ് ആവുന്നൊരു അവസ്ഥയിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ ക്യാമ്പിലേക്ക് കയറുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടത്തിലേക്കൊന്ന് കുടിച്ച് ആളുകൾ ഒരു സംശയം ഉണ്ടാകും. കാരണം 35,000 ആളുകൾ, 33,313 ആളുകൾ ക്യാമ്പിലേക്ക് ഒറ്റേ സമയം അറ്റ് എ ടൈം കയറുന്ന സമയത്ത് അവർ കുറേ സമയം രജിസ്ട്രേഷന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. എങ്ങനെ? ഇല്ല, ഒരു കാരണവശാലും അവർക്ക് ലൈറ്റാണ്ട അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാവുന്നത് പോലെ 20 ക്വിക്ക് രജിസ്ട്രേഷൻ കൗണ്ടറാണുള്ളത്. ഈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പഴയ സിസ്റ്റം ഒന്നുമല്ല, പേപ്പറില്ല, പേനല്ല. നമ്മൾ ആവശ്യത്തിന് പേപ്പർലെസ് എന്നാണ്. നമ്മളിപ്പോൾ എവിടെ നോക്കി നിൽക്കുകയാണ്, ഞങ്ങൾ പേപ്പർ പരിപാടിയില്ല, എവിടെയും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ക്യാമ്പ് അംഗങ്ങൾക്കും അറിയാം, അവരെന്ത് റിപ്പോർട്ട് ചെയ്യാലും എല്ലാ സൈറ്റിലൂടെയാണ്, അല്ലാതെ ഒരു പേപ്പറിൻ്റെ പരിപാടിയില്ല. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ 313 വളണ്ടിയേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഇവരുടെ പ്രധാനപ്പെട്ട കോർഡിനേറ്റർമാർ മൊബൈലും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ഇവരെ ബാഡ്ജ് കാണിക്കുന്നു, ഉടൻ കിക്ക് ചെയ്യുന്നു, കയറിപ്പോകുന്നു. വേറെ ഒരു പരിപാടിയില്ല. ഇവിടെ ഇങ്ങോട്ട് എത്തുമ്പോൾ അവരെ കൊണ്ടുപോകാൻ ആൾ വേറെ ഉണ്ടാകും. അവർ കിക്ക് രജിസ്ട്രേഷൻ കയറി സ്കാൻ ചെയ്ത് കഴിയുമ്പോഴേക്ക് അവരെ സ്വീകരിക്കാൻ, അങ്ങനെ നമ്മൾ സിസ്റ്റമില്ലേ പോകില്ല, അവരെ സ്വീകരിച്ച് കൊണ്ടുപോകാൻ, ഓരോരുത്തരും സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവും. സ്വീകരിച്ച് ഈ കാണുന്ന നമ്മൾ വലിയ പടുകൂറ്റൻ പന്തൽ, ആ പന്തലിൻ്റെ ഓരോ പവലിയനിലും എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ എല്ലാ ഭാഗത്തും ആളുണ്ടാവും. ആർക്കൊരു നമ്മൾ ഈ പുറത്തോട്ടേക്കുള്ള സംസാരം ഇപ്പോൾ ഇന്നൊരു പത്രത്തിൽ ഒരു ഗിന്നസ് റെക്കോർഡിൻ്റെ ഒരു കാര്യമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു വാർത്ത പോലും വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാധ്യതകളൊക്കെ ആളുകൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്ക് ഞങ്ങൾക്കൊരു കോൾ, ഒരു ബസ് നിറയെ ആൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു കൗതുകം എത്രത്തോളം ഉണ്ട്? അല്ലേ, ഇത് ഗിന്നസ് ബുക്ക് എന്ന് പറഞ്ഞാൽ സംശയമില്ല. അവർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ 5000 ആളുകൾ പങ്കെടുത്ത റിസർച്ച് ക്യാമ്പാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ അതിനേക്കാൾ എത്രയോ സംവിധാനമാണ്. അതിൻ്റെ സംവിധാനം നമ്മൾ നോക്കും, രാവും പകലിൽ വ്യത്യാസമാണ്. ഗിന്നസ് റെക്കോർഡ് ടീം വരുമോ? നമ്മൾ സമസ്തൻ്റെ രീതി ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അപേക്ഷ കൊടുത്തിട്ടൊന്നുമില്ല. അപേക്ഷ കൊടുത്തിരുന്നെങ്കിൽ അവർ വരും. വന്നാൽ ഷുവറാണ്, നമുക്ക് സംശയമില്ല, ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിരിക്കുന്നുള്ളത്. എന്തായാലും വേൾഡിൽ ഷുവറായി റെക്കോർഡിലുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. ഈ മറ്റൊരു കാര്യം, ഇപ്പം ഈ സംഭവം ഇത് കണ്ടിട്ടൊക്കെ ആളുകൾക്ക് ഈ 33,000-ൽ പെടാൻ പറ്റാത്ത ഒരു സങ്കടം പറയുന്ന ആളുകളുണ്ട്.
അപ്പം ഇതിൻ്റെ സാങ്കേതികമായി ഇത്രയും ആളുകളെ ചേർക്കുന്നതിലും ഇത്രയും ആളുകളെ ഏകീകരിക്കുന്നതിലുമൊക്കെ പരിമിതികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു 33,000 എന്ന് പറഞ്ഞ ആശയം എങ്ങനെയാണ് ഇവിടുന്ന്? അത് നമ്മളെ മദ്രസകൾ, നമ്മളെ സംഘടനയുടെ SKSV, SYS, SMF ഈ ഘടകങ്ങളൊക്കെ നമ്മൾ കണക്കൂട്ടി അവർക്ക് ഇത്ര എണ്ണം നിശ്ചയിച്ചു. അങ്ങനെ വന്നപ്പോൾ ഒരു 30ലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ഒരു 33 ആക്കാനുള്ള ആശയം വന്നപ്പോൾ ഉസ്താദ്മാർ 313 കൂട്ടാൻ പറഞ്ഞു. അങ്ങനെ 33,313. പക്ഷേ നമുക്ക് രജിസ്ട്രേഷൻ വന്ന് തന്നെ 36,000-ഓളം ആളുകൾ വന്നു. അത് സ്ക്രീൻ ചെയ്തെടുത്താണ് 33,310 നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും വിളിയോട് വിളിയാണ്. എന്തെങ്കിലും അവസരം തരും. ഇപ്പം നമ്മൾ സ്പോട്ട് സ്റ്റേഷനിൽ സംവിധാനം ഇല്ല. ഇനി അങ്ങനെ ഒരാൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ വന്നാൽ അവർക്കാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ സംവിധാനം. പക്ഷേ അവർക്ക് താൽക്കാലിക 2 സൈഡ് ഉണ്ടാവില്ല, ഒരു സൈഡ് ഈ സൈഡ് മാത്രം അവർക്ക് ഉണ്ടാകുക. ഇതിൽ തന്നെ പൂർണ്ണമായിട്ടുണ്ടാവില്ല, പകുതി ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അവർക്ക് നിലവിൽ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ ഒരു ആനുകൂല്യങ്ങൾ ഉണ്ടാവില്ല, ബാഡ്ജ് ഉണ്ടാവില്ല, ഫയൽ ഉണ്ടാവില്ല, ഗിഫ്റ്റ് ഉണ്ടാവില്ല. ഈ ക്യാമ്പിൻ്റെ ഇടയിൽ ഒരുപാട് സംവിധാനം നടക്കും, ഒന്നും അവർക്കുണ്ടാവില്ല. കാരണം അവർ മറ്റൊരെന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്തത് മാത്രമല്ല, പ്രീ ക്യാമ്പിൽ പങ്കെടുത്തു, നിരന്തരം 11 ക്ലാസ്സുകൾ പങ്കെടുത്തു. ഒരാൾ തന്നെ 11 ക്ലാസ് പങ്കെടുത്തു. അങ്ങനെ എത്ര പ്രീ ക്യാമ്പ് സ്റ്റേറ്റിൽ മൊത്തം ദേശം പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഞാൻ കണക്ക് നോക്കുമ്പോൾ 95% ആളുകൾ പ്രീ ക്യാമ്പിൽ പങ്കെടുത്തുന്നതാണ്. അതിന് കൃത്യമായ രേഖ നമ്മുടെ കയ്യിലുണ്ട്. അതാണ് രസം. നമ്മൾ ബാഡ്ജ് മുൻകൂട്ടി കൊടുത്തു, ആ ബാഡ്ജ് സ്കാൻ ചെയ്തു, ആ ഫുള്ള് റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ട്. ഈ എല്ലാവരും സ്കാൻ ചെയ്ത് ഈ വരുമ്പോൾ ഇവിടെ ബാഡ്ജ് കൊണ്ടുവരുമ്പോൾ അതിൽ കംപ്ലയിൻറ്റ് വരുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടി പ്രീ ക്യാമ്പിൽ തന്നെ ബാഡ്ജ് കൊടുത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ 95% ആളുകളും സ്കാൻ ചെയ്തു ഉറപ്പുവരുത്തിയ ആളുകളാണ്. ഈ 33,313 ആളുകളും പിന്നീട് ആഫ്റ്റർ ദ ക്യാമ്പ് ഇൻഷാ അല്ലാ നമ്മളിപ്പോൾ പ്രീ ക്യാമ്പ് നടത്തി. അതും ലോക ചരിത്രത്തിൽ ആദ്യമാണ് ഇത്ര വലിയൊരു ക്യാമ്പിൻ്റെ മുമ്പ് പ്രീ ക്യാമ്പ്. ഇപ്പോൾ 33,313 ആളുകൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ക്യാമ്പിൽ പങ്കെടുത്തിട്ട് വരുന്നത് ഏകദേശമൊക്കെ. അവർ ഇതേപോലെ ഇൻഷാ അല്ലാ സമ്മേളനം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ വീണ്ടും ഇതുപോലെ പ്രീ ക്യാമ്പിന് മറ്റൊരു രൂപത്തിൽ നമ്മൾ നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇത് തുടർ സംവിധാനമായിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും സംസ്ഥയുടെ ഒരു ദൗത്യം അതിന് വേറൊരു രൂപം കൂടി വരും. ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും വരും. ഒരു കേഡർ സിസ്റ്റത്തിലേക്ക് ഇൻഷാ അല്ലാ പോകാനാണ്. മറ്റൊരു കാര്യമോ, ഇപ്പോൾ ഈ സാങ്കേതിക സാധാരണഗതിയിൽ സമസ്തയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന യുക്തിവാദികളോ അങ്ങനെ മറ്റാളുകളൊക്കെ ഉണ്ട്, കുറച്ച് മുസ്ലിംമാർ എന്നാണ് അവരുടെ പ്രയോഗം. എന്ന് വെച്ചാൽ അതിനകത്ത് ഒന്നും സാധിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ പഴഞ്ചന്മാർ എന്നൊക്കെയുള്ളൊരു ധ്വനി അതിനകത്തുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ലോകത്ത് ഇതുവരെ അല്ലെ കേരളത്തിൽ ഒരു സർക്കാർ സംവിധാനം പോലും ചെയ്യാത്ത ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ സംവിധാനിച്ചിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരെ കൂടിയൊക്കെ ഇതൊക്കെ ഒന്ന് കാണാൻ ക്ഷണിക്കണ്ടേ നമുക്ക്? ആ ആരോപണത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കുള്ളൊരു മറുപടി എന്താ? അതെ, നമ്മൾ അത്തരക്കാരായ ഏത് സമയത്തും ഇപ്പോൾ ഇവിടുത്തെ നിങ്ങൾക്കറിയാം ക്യാമ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നിൽ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ, ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കൾ, ക്ഷേത്ര കമ്മിറ്റിക്കാർ എല്ലാവരും വിളിച്ചു വരുത്തി നമ്മൾ കാണിച്ചു കൊടുത്തു. ഇവിടെ ആർക്കും വരാം, ഇവിടെ മറച്ചു വെക്കാൻ നമുക്കൊന്നുമില്ല, ആർക്കും വരാം, എല്ലാവരും കാണണം സംസ്ഥാന സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ ക്യാമ്പ് പോർട്ടൽ സിസ്റ്റം തന്നെ വളരെ സംഭവമാണ്. പക്ഷേ അത് അടുത്ത എപ്പിസോഡ് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങോടെ ഒരു MG ഇതിൻ്റെ ഒരു മാസ്റ്റർ ഗൈഡ് ഉണ്ടാവും, അങ്ങനെ എഞ്ചിൻ്റെ താഴെ PN ഉണ്ടാവും. ഇവർക്ക് ഓരോരുത്തർക്കും അടിച്ചു കഴിഞ്ഞാൽ സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെയുള്ള ഓരോ ടീം ആരാണ്, അതിൽ താഴെ തട്ട് വരെയുള്ള ഒരാളെ. അപ്പോൾ എനിക്ക് 33,313 ആളുകളെയും ആരാണ് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അത്രയും വ്യവസ്ഥാപിതമായിട്ടാണ് നമ്മുടെ സംവിധാനം മുന്നോട്ട് പോകുന്നത്. എൻ്റെ മൊബൈൽ അടിച്ച് എനിക്ക് അമർത്തിക്കഴിഞ്ഞാൽ ആരാണ് PN, ഒരു പവലിൻ്റെ ചുമതല ആൾക്കാണ് പവലിൻ നാവിഗേറ്റർ, അതിൻ്റെ കീഴിൽ ആരാണ്, അതിൻ്റെ കീഴിൽ ആരാണ്, അങ്ങനെ താഴെ തട്ടിലെത്തുമ്പോഴുള്ള 33,313 ആരാണെന്ന് കൃത്യമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. നമ്മളിപ്പോൾ ഈ ടെൻറ്റിനകത്താണുള്ളത്. നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ ടെൻറ്റിനകത്തുള്ള വ്യത്യസ്തതകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് പുതിയ സാങ്കേതികതകളും സംവിധാനങ്ങളും സൗകര്യങ്ങളും എന്തൊക്കെയാണ്? നമ്മുടെ കേരളത്തിൽ ഒരുപാട് ക്യാമ്പുകൾ നടന്നിട്ടുണ്ട്. അതിനൊക്കെ തികച്ചും വ്യത്യസ്ത നമ്മുടെ ക്യാമ്പിൻ്റെ സംവിധാനം. ഇപ്പോൾ ഈ ജർമ്മൻ ടെക്നോളജി വീടുള്ള ഈ ടെൻറ്റ് തന്നെ ഇത്ര വലിയൊരു കൂറ്റൻ പന്തൽ 3 വെച്ചുകൊണ്ട് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രോഗ്രാം നടക്കുന്നത് ഉണ്ടായിട്ടില്ല. രണ്ടത് ഈ ഫാൻ നോക്കും, നിങ്ങൾ ഈ ബോക്സ് സംവിധാനങ്ങളൊക്കെ സാധാരണയൊക്കെ നമ്മൾ ബോക്സൊക്കെ ഇടയിൽ വെക്കും, ആളുകൾക്ക് തടസ്സം ഉണ്ടാകും. ഇനി ഒരു LED വാൾ വരണം, അതും താഴത്ത് വെക്കും, ആളുകൾക്ക് പ്രയാസം ഉണ്ടാകും. ഇതൊരു പ്രയാസമായിരിക്കില്ല. നോക്കുന്നത് ഇത്രയും വലിയ പന്തൽ, ഇതിൽ ഈ ഒരൊറ്റ ടെൻറ്റിൽ മാത്രം 11,000 ആൾക്കാരിരിക്കും. 11,000 ആളുകൾ. 11 പറയുമ്പോൾ നമ്മൾ നാട്ടിലൊക്കെ വയനാടൊക്കെ സ്ഥലയിക്കുക ആകെ 500 ആൾ അല്ലെങ്കിൽ 1000 ആൾ. ആ 11,000 ആളുകൾ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു തൂണ് പോലും ഇല്ല. ഒരു തൂണില്ല എന്ന് മാത്രമല്ല, സാധാരണ ചെറിയൊരു പ്രോഗ്രാം വെക്കണമെങ്കിൽ പോലും ഒരു ബോക്സുകൾ വെക്കും, അപ്പോൾ ആൾ ഒരു സ്റ്റേജ് കാണുന്നില്ല അറിയും. ഇതൊരൊന്നുമില്ല. ബോക്സുകളൊക്കെ കണ്ടത് മുകളിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ഫാനുകൾ, വലിയ ഫാൻ, ഈ ഹെലികോപ്റ്റർ ഫാൻ സിസ്റ്റം പക്ഷേ കേരളത്തിൽ പലരും കണ്ടിട്ടുണ്ടാവില്ല. തീരാണ്ടില്ല എന്നല്ല, അധികം ആൾ കണ്ടിട്ടൊന്നുണ്ടാവില്ല. ആ സംവിധാനങ്ങൾ LED വാൾ നമ്മൾ മുകളിൽ തൂക്കിയിടുകയാണ്.
ഈ LED വാളിൻ്റെ സ്ക്രീനിൻ്റെ ഒക്കെ പ്രത്യേകം വെച്ചാൽ എല്ലാവരും കാണും ചെയ്യാം. അതിൽ തന്നെ പ്രഭാഷണ മാറ്ററുകൾ വരുന്നതാണ്. ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാറ്റർ സ്ക്രീനിൽ വരും. ആ മാറ്റർ അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഒരു പ്രഭാഷകൻ്റെ ഒരു മാറ്റർ വേണം ഡൗൺലോഡ് ചെയ്യാം. ഒരു പ്രസംഗിക്കുന്ന ആളെ പ്രൊഫൈൽ അത് നമ്മൾ കൂടുതൽ അനൗൺസ്മെൻറ്റ് ചെയ്യില്ല, എന്നാൽ പ്രൊഫൈൽ സ്ക്രീനിലുണ്ടാവും. ഒരാൾക്ക് സ്കാൻ ചെയ്തെടുക്കുക. ഒരു പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ മതപരമായിട്ടുള്ള യോഗ്യത എന്താണ്, ഭൗതികമായിട്ടുള്ള ഏതൊക്കെ മേഖലയിലുള്ള ആളാണ്, അത് ഇപ്പോൾ എന്ത് ജോലി ചെയ്യുന്നതാണ്, എല്ലാം പ്രൊഫൈലുണ്ടാവും. അത് സ്കാൻ ചെയ്തെടുക്കുക. ഇങ്ങനെ തികച്ചും എല്ലാം ഒരു വേറിട്ട രീതിയാണ്. സാധാരണ ക്യാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയാണ് എല്ലായിടത്തും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഉണ്ടോ, ഇതിപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ടെക്നോളജി ഉപയോഗിച്ചാൽ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഇത്രയും ഏരിയ സ്ഥലങ്ങൾ ഫുള്ള് പ്ലാറ്റ്ഫോം ഇട്ട് അതിൻ്റെ മുന്നിൽ ഏറ്റവും പുതിയ ഫ്രഷായ കാർപ്പറ്റ് എവിടെ ഉപയോഗിച്ചതല്ല. ഞാനിപ്പോൾ അവിടെ 20 കൂളർ കണ്ടു. ഫ്രഷ് ബോക്സാണ്. എല്ലാം തന്നെ ഏറ്റവും പരമാവധി നമ്മളോട് ആവശ്യപ്പെട്ടത് ഈ ഇവന്റ് മാനേജ്മെൻറ്റ് ജലാൽ നിൽക്കുന്നുണ്ട്, ഈ ടീമിനോട് കൊണ്ട് ആവശ്യപ്പെട്ടത് എന്നതാണ് ഏറ്റവും ഫ്രഷായ സാധനമായിരിക്കും ഇവിടെ കൊണ്ടുവരേണ്ടത്. സംസ്ഥാനത്തെ വിളിയാളം കേട്ട് വരുന്ന അതിഥികളെ അപമാനിക്കാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല, ഏറ്റവും ഫ്രഷായ സാധനങ്ങൾ. ഇപ്പോൾ എത്രത്തോളം ഇപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും പ്ലൈവുഡ് പൊട്ടിയിട്ടുണ്ടോ? പൊട്ടി മാറ്റിക്കുന്നുണ്ട്. പൊട്ടിയിട്ടുണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ, ഇവർ ഒപ്പിക്കാരൊക്കെ നോക്കുമല്ലോ. അങ്ങനെ പൊട്ടുന്നുണ്ടെങ്കിൽ ഉടനടി ഇത് മാറ്റുകയാണ്. എത്രയോ ബ്ലഡ് മാറ്റിക്കൊണ്ടിരിക്കുന്നു, അവരെ നോക്കി മാറ്റുന്നുണ്ട്. എങ്കിലും നമ്മൾ വീണ്ടും നോക്കുകയാണ് ഇനി എവിടെയെങ്കിലും വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ. കാരണം ഇത്രയും ആളുകൾ വന്നിട്ട് ഒരാൾക്കൊരു പ്രയാസം വരാൻ പാടില്ല. അത് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്ലൈവുഡിൽ പോലും പൊട്ടു പാടില്ല. അത്ര ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇത്രയും ഏരിയ നിങ്ങൾ ചിന്തിക്കേണ്ടത്. കേവലം ഒരു 400 സ്ക്വയർ ഫീറ്റോ 1000 സ്ക്വയർ ഫീറ്റോ അല്ല ഇവിടെ ഉള്ളത്. ഇത്രയും ഏരിയ എത്രത്തോളം സുരക്ഷിതമാക്കാൻ പറ്റും, എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും, എത്രത്തോളം എല്ലാവരും ആകർഷിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബാത്റൂം സൗകര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇവർ ഉപയോഗിക്കുക? ബാത്റൂം സൗകര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമിനെയാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ഇന്നലെ അവരെ പരിചയപ്പെട്ടു. അവർ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, കേരളക്കാരല്ല, അതർ സ്റ്റേറ്റിലെ ആൾക്കാരാണ്. അവരുമായി പരിചയപ്പെട്ടപ്പോൾ കഴിഞ്ഞ കുംഭമേള പോലെയുള്ള വലിയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സ്ഥലങ്ങൾ ഉപയോഗിച്ച് അവർക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്ത ടീമാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം വർക്കുകളൊക്കെ ഒരു 75% ഇതിൻ്റെ വർക്ക്. നമ്മുടെ ഒരു ആശങ്കയുണ്ടാവും, കാരണം ഇവിടെ ഇപ്പോൾ 650ഓളം ടോയ്ലറ്റ്സ് സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ഇതിന് മാലിന്യം, സ്മെല്ല് ഒരു പ്രശ്നമായിരിക്കും. അതിനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത്? നമ്മളത് മുമ്പേ ഇവരുടെ കാര്യം തുറന്നു പറഞ്ഞിരുന്നു, ഇവിടെ സ്മെല്ലിൻ്റെ വിഷയം ഉണ്ടാകാൻ പാടില്ല. ഇന്നലെ അതിൻ്റെ ആളുമായിട്ട് വീണ്ടും സംസാരിച്ചു. അവരുടെ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവില്ല. ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതിനുണ്ട് ഇത് പ്രത്യേകമായിക്കൊണ്ട് കെമിക്കൽ ഉപയോഗിച്ച് ഉടൻ തന്നെ അത് ഇല്ലാതെയാക്കുന്ന സംവിധാനങ്ങൾ. മാത്രമല്ല ഒരു 25 ബാത്റൂമിൽ വെച്ചുകൊണ്ട്, ടോയ്ലറ്റിന് വെച്ചുകൊണ്ട് ഒരാളെ എല്ലാ പ്ലംബിങ്ങും എല്ലാ കാര്യങ്ങളും അറിയുന്ന നിയമിച്ചിട്ടുണ്ട്. ക്ലീനിങ് ഉൾപ്പെടെ ശ്രദ്ധിക്കാനുള്ള ഒരാൾ. 25 ടോയ്ലറ്റിന് ഒരാൾ. അത് നമുക്ക് സാധാരണഗതിയിൽ ഇത്തരം ഇവൻറ്റുകളിൽ നടക്കാത്തതാണ്. ഞാനിപ്പോൾ അടുത്തൊരു വലിയ ഗവൺമെൻറ് പരിപാടിക്ക് പോയ സമയത്ത് ആ ഭാഗത്തേക്ക് നമുക്ക് അടുക്കാനേ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കൃത്യമായി പറഞ്ഞിട്ട് ഇവർ വെച്ചതിന് പുറമെ നമ്മളൊരാളെ വെച്ചിട്ടുണ്ട്. ഇവർ ചെയ്യുന്നുണ്ടോ നോക്കാനായിട്ട്. അത് എല്ലാ മേഖലയും ഇവരോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് കുറവുണ്ടെങ്കിലും അപ്പോൾ ഞങ്ങളറിയും. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്തായിക്കൊണ്ട് എല്ലാ ക്ലാസ്സിലും നമ്പർ ഇടുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. കാരണം പെട്ടെന്നൊരാൾ വിളിച്ചു പറയാൻ അവിടെ വെള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എവിടെ നമുക്കറിയില്ലല്ലോ, ഇത്തിരി ഏരിയ ആണല്ലോ. അപ്പോൾ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അത് ഇന്ന ക്ലോസറ്റിനാണ് പ്രശ്നം, ആ ഭാഗത്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഇന്ന ബാത്റൂമിനുള്ള പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്ന് ഏതായാലും ഒരു കുറ്റമറ്റ രീതി ഒരു 100% തന്നെ ആകണം എന്നുള്ള അതിയായ ആഗ്രഹത്തിലാണ് ദിവസങ്ങളായി നമ്മളൊക്കെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.